അടുത്ത 5 വർഷം കഴിഞ്ഞാലും നമ്മൾ ഇതേ അവസ്ഥയിലായിരിക്കും. സെയിം സാലറി, സെയിം പ്രോബ്ലം, സെയിം റിഗ്രറ്റ്സ്. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളും നമ്മളും ഗോൾ സെറ്റ് ചെയ്യുന്നതിലുള്ള ഡിഫറൻസ് ആണ്. നമ്മൾ പറയും റിച്ച് ആകണം, ഫിറ്റ് ആവണം, ഹാപ്പി ആകണം. പക്ഷെ എങ്ങനെ, എപ്പോ, എന്തിന്, ഇതിനൊന്നും നമുക്ക് ആൻസർ ഇല്ല. ബട്ട് സക്സസ്ഫുൾ പീപ്പിൾസ് യൂസ് ചെയ്യുന്ന ഒരു സീക്രട്ട് ഫോർമുല ഉണ്ട്, സ്മാർട്ട് മെത്തേഡ്. നമ്മുടെ ഗോൾസ് സ്പെസിഫിക് ആയിരിക്കണം. ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നല്ല. ഇൻസ്റ്റഗ്രാമിൽ ഹാൻഡ് മെയ്ഡ് ജ്വല്ലറി ബിസിനസ് 6 മന്തിൽ ലോഞ്ച് ചെയ്യും. ഇറ്റ് സ്പെസിഫിക്, ക്രിസ്റ്റൽ ക്ലിയർ ആകണം. ഏത് ബിസിനസ്, എവിടെ, എന്ത് പ്രൊഡക്റ്റ് എന്നുള്ളത് മെഷറബിൾ ആയിരിക്കണം. ഫോളോവേഴ്സ് കൂട്ടണം എന്നല്ല. ഡെയിലി 2 റീൽസ് പോസ്റ്റ് ചെയ്ത് മാർച്ച് ലാസ്റ്റ് ആവുമ്പോഴേക്ക് 5000 ഫോളോവേഴ്സ് ആക്കണം. നമ്പേഴ്സ് ആഡ് ചെയ്യാം, നമുക്ക് ട്രാക്ക് ചെയ്യാം, പ്രോഗ്രസ് അവിടെ കാണാൻ പറ്റും. എഫോ അച്ചീവബിൾ. 1 മന്തിൽ 1 lakh ഫോളോവേഴ്സ്. അതൊരു കുറച്ച് അൺറിയലിസ്റ്റിക്, ഓവർ കോൺഫിഡൻസ് ആയി പോയില്ലേ? അത്രക്ക് വേണ്ട. കൺസിസ്റ്റന്റ് എഫേർട്ട് ഇട്ട് 3 മാസത്തിൽ 5000 ഫോളോവേഴ്സ്. റിയലിസ്റ്റിക് ആയിട്ട് ചിന്തിക്കുക. നമ്മളുടെ ഇപ്പോഴത്തെ റിസോഴ്സും ടൈമും സ്കില്ലും ഒക്കെ കൺസിഡർ ചെയ്തിട്ട്. ഓവർ മോട്ടിവേഷൻ ഒക്കെ നല്ലതാണ്, പക്ഷെ അത് പെട്ടെന്ന് അങ്ങ് ഡിം ആയി പോകും. സോ അച്ചീവബിൾ ആയിട്ടുള്ള നമ്മുടെ കറന്റ് സിറ്റുവേഷൻ വെച്ചിട്ട് നമുക്ക് അച്ചീവബിൾ ആയിട്ടുള്ള ഗോൾസ് സെറ്റ് ചെയ്യാം. 4ാമത് റെലവന്റ് ആയിരിക്കണം. നമുക്കൊരു ബിസിനസ് കോച്ച് ആവണമെന്നാണ് ആഗ്രഹം, പക്ഷെ നമ്മൾ ഇടുന്നത് കുക്കിംഗ് റീൽസ് ആണ്. ഇൻസ്റ്റെഡ് നമ്മുടെ ബിസിനസ് ടിപ്സും കാര്യങ്ങളും ഒക്കെ ഷെയർ ചെയ്യുന്ന റീലായിരിക്കണം. നമ്മുടെ മെയിൻ വിഷൻ എന്താണ്, അതിനോട് കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. റാൻഡം ആയിട്ടുള്ള ട്രെൻഡ്സും കാര്യങ്ങളും ഫോളോ ചെയ്ത് ടൈം വേസ്റ്റ് ചെയ്യാണ്ട് ഫോക്കസ് ഓൺ അവർ ഗോൾ. ആൻഡ് ടൈം ബൗണ്ട് ആയിരിക്കണം. എപ്പോ തീർക്കണം അല്ലെങ്കിൽ എപ്പോ ചെയ്യണം എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള ധാരണ നമുക്ക് വേണം. യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനല്ലാണ്ട് ജനുവരി 15 ഞാൻ എന്റെ ഫസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യും. മാർച്ച് അവസാനം ആകുമ്പോഴേക്കും ഒരു 10 വീഡിയോ കംപ്ലീറ്റ് ചെയ്യും. ഒരു ഡെഡ് ലൈൻ ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ പ്രോക്രാസ്റ്റിനേഷൻ ചെയ്തുകൊണ്ടേയിരിക്കും. പലരും നമ്മുടെ ഫോണിലെ കാലണ്ടർ പോലും ഇതുവരെ യൂസ് ചെയ്തിട്ടുണ്ടാകും. കാലണ്ടർ ഒക്കെ ഓപ്പൺ ചെയ്ത് കുറച്ച് ഡേറ്റും കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്ത് ഓരോ ഡെഡ് ലൈൻ അങ്ങോട്ട് വെക്കുക. 2026 നമുക്ക് സ്മാർട്ട് മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഗോൾസ് ഒക്കെ ഒന്ന് എഴുതി നോക്കാം. നിങ്ങൾക്കൊരു ചാലഞ്ച് ഉണ്ട്. നിങ്ങളുടെ 2026 സ്മാർട്ട് ഗോള് ഇവിടെ കമന്റ് ചെയ്യുക. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. മാർച്ച് 31 മുമ്പായി ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഫ്രീലാൻസിങ് സ്റ്റാർട്ട് ചെയ്യും. മന്ത്ലി ഒരു 20K എങ്കിലും ഏൺ ചെയ്യും എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇതുപോലെയുള്ള നിങ്ങളുടെ ഗോൾസ് പോരട്ടെ.